ഹലോ ഫ്രണ്ട്സ്, റീപ്ലൈ 9088 എപ്പിസോഡ് 18 പാർട്ട് 1 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജിൻജുവും ചോയും കൂടി ഇരുന്ന് TV കാണുന്നതും കിമ്മിൻ്റെ വീട്ടിലാണെങ്കിൽ കിമ്മ് ടേക്കിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഒരു ചെറിയ വിഷമം വരുന്നുണ്ട്. ആകെ ഒരു വീക്കെൻഡേ ഉള്ളൂ, അതിലാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ചിലവഴിക്കുക സമയം എവിടെയെന്ന് പറഞ്ഞ് അച്ഛൻ വിഷമിക്കുന്നുണ്ട്. ഡെക്സോനയാണെങ്കിലോ ടേക്കിൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ അമ്മയും അച്ഛനും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ച് അവൾക്ക് ചിരി വരികയാണ്. അച്ഛനും ഇതേ വിഷമം തന്നെ വരുന്നുണ്ട്. അത് അമ്മയോട് പറയുന്നുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ബോറാന വരുന്നുണ്ടല്ലോ ലേറ്റായിട്ട്, അവളുടെ കൂടെ കഴിക്കാമെന്ന് പറയുന്നത് കേട്ട് അച്ഛന് ഹാപ്പി ആവുകയാണ്. എൻ്റെ മൂത്ത മകൾ വരുന്നുണ്ടല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നതും സുൻവോൻ്റെ വീട്ടിലാണെങ്കിൽ സുൻവോ ഉറക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ജിൻജു ഒരു മൈൻഡില്ലാതിരിക്കുകയാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ വലിയ കാര്യമായിരുന്നു, ഇപ്പോൾ ഒരു ഹായ് പോലും പറയാൻ മടിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ചേട്ടൻ എപ്പോഴെങ്കിലും ലീവിന് വന്നാൽ ഫുൾ ടൈം ഉറക്കല്ലേ എന്ന് ജിൻജു ചോദിക്കുന്നുണ്ട്. ഫുഡൊക്കെ വിളമ്പുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് ടേക്ക് എന്താ വരാത്ത, ഇനി ബർത്ത്ഡേ കാര്യം മറന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതല്ല, പാർക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോഴാണ് ബെസ്റ്റ് അത് തന്നെ ആയിരിക്കുമെന്ന് സുൻവോ പറയുന്നതും സംഭവം അത് തന്നെയാണ്. ടേക്ക് കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതാണ് കാണിക്കുന്നത്. സുൻവോയാണെങ്കിൽ അവിടേക്ക് വന്ന് ഞാൻ ചെയ്തോളാം നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. ടേക്ക് ആണെങ്കിൽ വീട്ടിലെത്തുമ്പോൾ എന്താ ചേട്ടാ ലേറ്റ് ആയത്, നൂഡിൽസ് ഒക്കെ ഇപ്പം തണുത്ത് പോയിട്ടുണ്ടായിരിക്കുന്നു ജിൻജു പറയുകയാണ്. ടേക്ക് ആണെങ്കിൽ ഇവൾക്ക് ഒരു ലോലിപോപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. റൂമിലേക്ക് പോകുമ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചത് കാണുമ്പോൾ ടേക്കിന് നല്ല സന്തോഷം വരുന്നുണ്ട്. സുൻവോയാണെങ്കിലോ കാറൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ബോറാനിയെ മീറ്റ് ചെയ്യുകയാണ്. ബോറാനിയെ കാണുമ്പോൾ ജസ്റ്റ് ഇവരൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിരിയുകയാണ്. അങ്ങനെ റൂമിലാണെങ്കിലോ ഇവർ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന സ്പെക്സുകാരനോട് അമ്മ ഇപ്പോൾ കുക്കിംഗ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടെന്ന് സുൻവോ പറയുകയാണ്. അതിനുശേഷം ഇവർ ടേക്കിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു ബീപ്പർ എന്തോ ആണ്, ഇവരെ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതൊന്നും ടേക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ടേക്കിനെ ചീത്ത പറയുന്നുണ്ട്. ഡെക്സോനയാണെങ്കിൽ ഈ റൂമിലൊരു കമ്പ്യൂട്ടർ വാങ്ങേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്ന് കിമ്മ് ചോദിക്കുകയാണ്. പിന്നെ ഞാൻ പണ്ടത്തെ ദെക്സോനിയൊന്നും അല്ല എന്നപ്പോൾ ദെക്സോന പറയുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിൽ അവസാന വർഷം ഫുൾ ടൈം ഇവള് സ്റ്റഡി റൂമിലായിരുന്നു, എനിക്ക് തന്നെ കണ്ടിട്ട് പേടി തോന്നിയിട്ടുണ്ട്, എന്തായാലും അതൊക്കെ ഇപ്പോൾ ഉപകാരമായി എന്ന് പറയുകയാണ്. ടേക്കാണെങ്കിൽ ജങ്ചേട്ടൻ എന്താ ചെയ്യുന്നത്, പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റ് പഠിപ്പ് മാത്രമില്ല, ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സ്പെക്സുകാരനാണെങ്കിൽ ഇടയിൽ കയറിയിട്ട് ആളൊരു ചാറ്റ് റൂമിൻ്റെ ക്യാപ്റ്റനൊക്കെയാണെന്ന് പറയുന്നതും ജങ് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വിസ് ചാറ്റ് റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അതിൽ വന്നിട്ട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആൻസർ പറയുക, അങ്ങനെ ഫുൾ ടൈം അതിൻ്റെ മുന്നിലാണ്. ഇതേ സമയം ബോറാനയുടെ വീട്ടിൽ ബോറാനും അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും നോളാണെങ്കിൽ ടി വിയിൽ ഒരു പ്രോഗ്രാം കാണുമ്പോൾ അയാളെ കണ്ട നല്ല പ്രായം തോന്നിക്കൂലെന്ന് പറയുന്നത് കേട്ട് നിന്നെ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ബോറാന പറയുകയാണ്. ഇവനാണെങ്കിൽ അതൊക്കെ പണ്ട്, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഞാൻ ചെറുപ്പമായി എന്ന് നോള് പറയുന്നത് കേട്ട് എടാ നീ അവരായിട്ടൊന്നും കൂട്ടുകൂടല്ലേ, അവർ സത്യസന്ധമാരല്ല എന്ന് ബോറാന പറയുന്നത് കേട്ട് നോളിന് ദേഷ്യം വരുന്നുണ്ട്. അച്ഛനാണെങ്കിലോ നീ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്നത്, മാസത്തിൽ 1-2 പ്രാവശ്യം വരും, ഇതുപോലെ തന്നെയാണ് ദെക്സോണിയും. പിന്നെ ഇവന്റെ കാര്യം, ഇവനാണെങ്കിൽ ഓരോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞ് ഫുൾ ടൈം പുറത്തായിരിക്കും, വീട്ടിലേക്ക് കയറാറില്ല, ഞങ്ങൾ രണ്ടുപേരും ഈ ഹാഫ് ബേസ്മെന്റിൽ ഒറ്റയ്ക്കാണെന്ന് പറയുന്നത് കേട്ട് അമ്മയാണെങ്കിൽ അത് മാത്രമല്ല നിങ്ങൾ നേരത്തെയും വീട്ടിൽ വരാറില്ല, ശരിക്കും ഞാനാ ഒറ്റയ്ക്കെന്നപ്പോൾ പറയുന്നുണ്ട്. ദെക്സോന എയർപോർട്ടിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അതായത് ദെക്സോന ഒരു എയറോസ്റ്റസ് ആണ്. അമ്മയാണെങ്കിൽ മകളെ കുറെ കാലം കഴിഞ്ഞ് കാണില്ലേ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങ് ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ ബോറാന ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് കണ്ട് എൻ്റെ അമ്മയെ പതുക്കെ ചോദിക്ക്, ചേച്ചി എങ്ങോട്ടും പോകുന്നില്ലല്ലോ, ഇങ്ങനെ സുഖാണോ എന്ന് ഇടയ്ക്ക് ചോദിക്കേണ്ട, ചേച്ചി ആമസോൺ കാട്ടിൽ പെട്ടാൽ പോലും അതിജീവിക്കുന്ന ആളാണെന്ന് അപ്പോൾ നോള് പറയുന്നുണ്ട്. ആ ടൈമിലാണ് അച്ഛനൊരു കോള് വരുന്നത്, അത് ബാങ്കിൽ നിന്നായിരിക്കും, അക്കൗണ്ടൻ്റ് എന്തോ കാശായിട്ട് മുങ്ങി എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. ഇത് കാണുന്ന ബോറാനയാണെങ്കിൽ അച്ഛൻ ഈ ജോലി ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ, എന്തായാലും റിട്ടയർഡ് ആവാറായി, അപ്പം അച്ഛന് കുറച്ച് സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ ആളങ്ങനെ എനർജി ഒന്നും കുറഞ്ഞിട്ടില്ല, സ്മാർട്ട് തന്നെയാണ്, ആള് പറ്റുന്നിടത്തോളം പോട്ടെ എന്നാണ് അമ്മ അപ്പോൾ പറയുന്നത്. ഡെക്സോൻ എവിടെയെന്ന് ബോറാന ചോദിക്കുമ്പോൾ ഡെക്സോന ടേക്കിൻ്റെ വീട്ടിലേക്ക് പോയിക്കില്ലേ, ടേക്കിൻ്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാവരും വന്നിട്ടുണ്ട്, കിമ്മു വന്നിട്ടുണ്ട്, സുൻവോയാണെങ്കിൽ കുറേ കാലമായിട്ട് വരാറില്ല, ഫുൾ ടൈം പഠിപ്പാണെന്നേ, അവനും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബോറാന ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. സുൻവോ എത്ര നല്ല പയ്യനാ, അവൻ ആരെയും ഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഉണ്ടെന്നാ തോന്നുന്നത്, 1-2 പ്രാവശ്യം ഒരു പെൺകുട്ടിയുടെ കൂടെ ഞാൻ കണ്ടിരുന്നു എന്ന് നോളപ്പോൾ പറയുകയാണ്. അമ്മ പിന്നീട് കിമ്മിൻ്റെയും സ്പെക്സുകാരൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നോള് പറയുന്നുണ്ട്, അമ്മ ആദ്യം നമ്മുടെ പെൺമക്കളുടെ കാര്യം നോക്ക്, ഇത്രയും കാലമായി എന്നിട്ട് ഇതുവരെ അബദ്ധത്തിലെങ്കിലും ഒരു ആൺകുട്ടിയെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൊറിയയിലെ ആൺകുട്ടികൾക്കൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറയുന്നത് കേട്ട് ബോറാൻ ഇവനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന അമ്മയാണെങ്കിൽ
ഇപ്പം ഇത് ശരിക്കൊരു വീടായി എന്ന് പറയുന്നുണ്ട്. ഈ ടൈമിൽ ദക്സോനയാണെങ്കിൽ ആകെ അലമ്പാവുകയാണ്. അതായത് ഇവർ ചോദിക്കുന്നുണ്ട്, നീ പുതുതായിട്ട് ഒരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അതെന്തായി എന്ന്. അത് വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്ന ദക്സോനയോട് അവൻ വേണ്ടാന്ന് വെച്ചൂലേ എന്ന് ഇവർ ചോദിക്കുകയാണ്. ഇവളാണെങ്കിൽ അവനല്ല ഞാനാ വേണ്ടാന്ന് വെച്ചെന്ന് പറയുന്നത് കേട്ട് എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കുന്നുണ്ട്. സുൻവോയാണെങ്കിൽ നിന്റെ കൊളീഗ് ചെക്കനില്ലേ, അവൻ കൊള്ളാട്ടോ, കണ്ടിട്ട് നോർമലായിട്ട് തോന്നുന്നുണ്ട്, അവനായിട്ട് ഡേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെ അവനെ കണ്ടേന്ന് ചോദിക്കുന്ന ദക്സോനയോട് ഞങ്ങൾ എല്ലാവരും കണ്ടു, നിന്നെ അവനല്ലേ ഡ്രോപ്പ് ചെയ്തേന്ന് സുൻവോ ചോദിക്കുകയാണ്. ഇവളാണെങ്കിൽ ഡേറ്റിംഗ് ഒന്നും തീരുമാനിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ മിക്കവാറും തീരുമാനിക്കൊന്നും വേണ്ട, അതും മിക്കവാറും നിന്നെ വേണ്ടാന്ന് വെക്കുന്നു പറയുന്നത് കേട്ട് ഞാനാണ് അവരെ വേണ്ടാന്ന് വെക്കുന്നത്, അല്ലാതെ അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത് എന്നിവൾ ഉറക്കെ പറയുമ്പോൾ മനസ്സിലായി എന്ന് ഇവർ കളിയാക്കുന്നുണ്ട്. കിമ്മിന്റെ വീട്ടിലാണെങ്കിലോ അച്ഛനും അമ്മയും TV കാണുന്ന സമയത്താണ് അങ്ങോട്ട് ചോയും വൈഫും എത്തുന്നത്. ഇവിടെയും ഭയങ്കര സൈലന്റ് ആണല്ലേ എന്ന് ഇവർ ചോദിക്കുമ്പോൾ പിള്ളേരൊക്കെ അതിന് അവിടെയല്ലേ എന്ന് അപ്പോൾ ഇവർ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ റൂമിലിരുന്ന് ക്വിസ് കളിക്കുന്ന ജംഗാണെങ്കിൽ ആ ക്വിസിൽ ഒരു പാർട്ടിസിപ്പന്റിന്റെ പേര് മാഗി എന്നായിരിക്കും. ഇത് കാണുമ്പോൾ ഇവനൊന്ന് ഞെട്ടുകയാണ്, ഇത് തന്റെ പഴയ മാഗി ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ചാറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ചാറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. കിമ്മിന്റെ വീട്ടിലേക്കാണെങ്കിൽ പിന്നീട് ദക്സോനയുടെ അമ്മയാണ് വരുന്നത്. എന്താ ഗെയിം കളിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് ഇയാളുടെ ഹസ്ബൻഡ് പോയില്ലേ, പിന്നെ സ്പെക്സുകാരൻ്റെ അച്ഛനാണെങ്കിലും സ്കൂളിൽ എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു പോയി, അതുകൊണ്ട് ഇന്ന് ഗെയിം ഇല്ലേ എന്ന് ഇവർ പറയുന്നതും കിമ്മിന്റെ അച്ഛനാണെങ്കിൽ ഒരു ബോട്ടിൽ കഷ്ടപ്പെട്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അത് ചോയ് തുറന്നു കൊടുക്കുന്നുണ്ട്. ദക്സോനയുടെ അമ്മയാണെങ്കിൽ ടേക്കിനെ പറ്റിയിട്ടുള്ള ന്യൂസ് കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു എന്ന് പറയാണ്. അതായത് അവിടുത്തെ ഒരു പ്രമുഖ നടി ടേക്കിനെ പോലെയുള്ള ഒരാളെയാണ് ഇഷ്ടമെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും അത്. ടേക്കിന്റെ അമ്മയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ന്യൂസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കെട്ടിച്ചു കൊടുക്കുക എന്ന് കിമ്മിന്റെ അമ്മ പറയുകയാണ്. അപ്പോൾ സുൻവോന്റെ അമ്മയാണെങ്കിൽ അങ്ങനെ സെലിബ്രിറ്റികളൊന്നും വേണ്ട, ഒരു സാധാരണ ആൾ മതി, അതാണ് അവനും നല്ലതെന്ന് പറയുമ്പോൾ അച്ഛനും ശരി വെക്കുന്നുണ്ട്. ടേക്ക് ഡേറ്റിങ്ങിനൊക്കെ പോവാറുണ്ടല്ലേ, പണ്ടത്തെ കുട്ടിയൊന്നും അല്ല എന്ന് കിമ്മിന്റെ അമ്മ പറയുമ്പോൾ ബെസ്റ്റ് ഡേറ്റിംഗ് ആണെന്ന് നമ്മൾ പറയുന്നതല്ലേ, അവന്റെ വല്ല സ്പോൺസർമാരോ അല്ലെങ്കിൽ സാറുമാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഡേറ്റിംഗ് സെറ്റാക്കുക, അവൻ അവരോട് നോ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോകും, കാണും, ഫുഡ് കഴിക്കും, വീട്ടിലേക്ക് വരും എന്ന് അമ്മ പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അതിലെ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം സെറ്റ് ആവുമായിരിക്കും എന്നപ്പോൾ പറയുന്നുണ്ട്. ഇതേ സമയം ഈ ആർട്ടിക്കിൾ വായിച്ച് ദക്സോന ഉറക്കെ ചിരിക്കുകയാണ്. ഈ നടിക്കെന്താ വട്ടുണ്ടോ, അവർക്കറിയില്ലല്ലോ സ്വന്തം ഷൂസിന്റെ ലേസ് പോലും കെട്ടറിയാത്ത മന്ദബുദ്ധിയാണ് ഇവനെന്ന് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. ടേക്കാണെങ്കിൽ നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അതെന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആട്ടോ എന്ന് പറയുന്നുണ്ട്. ടെക്സുകാരനാണെങ്കിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എടാ ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡേറ്റിങ്ങിന് പോയിട്ടുള്ളത് നീ ആയിരിക്കും, എന്നിട്ട് എന്താടാ ഒരെണ്ണം പോലും സെറ്റ് ആവാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാര്യം എനിക്കറിയാമെന്ന് സുൻവോ പറയുകയാണ്. ടേക്കാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ സംഭവം സിമ്പിളാണ്. ആദ്യം എല്ലാവരും ഇവനെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും, പിന്നീട് അവർ തന്നെയാ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നത്, എങ്ങനെ പോവാതിരിക്കും, ഇവൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിൽ അപ്പോൾ ദക്സോനയോട് നീ ഒന്ന് ട്രൈ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ടായേ എന്ന് അവൾ പറയുന്നുണ്ട്. നമുക്കൊന്നും നല്ലത് വിധിച്ചിട്ടില്ലാലേ എന്നപ്പോൾ സ്പെക്സുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ടൈമിൽ ഇവനാണെങ്കിൽ ഒരു നല്ല മ്യൂസിക് പ്ലേ ചെയ്തതെന്ന് പറയുമ്പോൾ കിമ്മ് ഒരു നല്ല റൊമാൻറ്റിക് മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. അങ്ങനെ മ്യൂസിക് കേട്ട് ഇവരെല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ദക്സോൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. സുൻവോയും സ്പെക്സുകാരനും കിടന്നുറങ്ങുമ്പോൾ കിമ്മും ടേക്കും ആണെങ്കിൽ കണ്ണു തുറന്ന് മറ്റേതോ ലോകത്തായിരിക്കും. ദക്സോനയാണെങ്കിലോ അവളുടെ റൂമിൽ ബോറാന്റെ അടുത്ത് കിടക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ദക്സോനയും കിമ്മും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നതും കിമ്മാണെങ്കിൽ അവന്റെ ജീപ്പുമായിട്ട് പോകുന്ന സമയത്ത് ദക്സോനയെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല, രണ്ടാള് രണ്ടു വഴിക്കാണ് പോകുന്നത്. ദക്സോന അവളുടെ കൊളീഗ്സിന്റെ കൂടെ മൂവി കാണാനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ് സീനിലെ ലേഡീസ് ഒക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ സുൻവോന്റെ അമ്മ ദക്സോനയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഹസ്ബൻഡിന് ഇന്നും വർക്കുണ്ടോ, സൺഡേ അല്ലേ എന്ന്. ബാങ്കിന്റെ കാര്യമല്ലേ, ഇതൊക്കെ കണക്കാ എന്ന് പറയുന്ന അമ്മ ആൾക്ക് എന്തെങ്കിലും നല്ല മെഡിസിൻ വാങ്ങി കൊടുക്കണമെന്ന് പറയുകയാണ്. അതുപോലെ അല്ല, ഈ മക്കൾക്ക് വേണ്ടി എത്ര പൈസ ചെലവാക്കുമ്പോഴും ഒരു കുഴപ്പമില്ല, പക്ഷെ ഭർത്താവിന് വേണ്ടി എന്തിനെങ്കിലും ഒരു കാര്യത്തിന് പൈസ ചെലവാക്കുമ്പോൾ എൻ്റെ കൈ എന്തോ നന്നായി വിറയ്ക്കും, നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ അസുഖം എന്ന് ചോദിക്കുമ്പോൾ കിമ്മിൻ്റെ അമ്മയാണെങ്കിൽ അയ്യോ എനിക്കുണ്ട്, മക്കൾ എത്ര ലേറ്റായി വന്ന് എന്ത് ഫുഡ് ചോദിച്ചാലും ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ അതിയാനെങ്ങാനും വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എനിക്കങ്ങ് ദേഷ്യം വരും, പിന്നെ എനിക്ക് പാവൊക്കെ തോന്നും. എന്താന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടല്ലേ ഫുഡ് ചോദിക്കുന്നതെന്ന്, പക്ഷെ രാത്രി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങ് ദേഷ്യം വരും എന്ന് പറഞ്ഞ് കിമ്മിൻ്റെ അമ്മ ചൂടാവുന്നതാണ് കാണിക്കുന്നത്. സുൻവോൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമല്ലേ ജങ് വരുന്നത്, അവന് മതിയാവോളം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൻ്റെ ബാഗ് നന്നായി കണ്ടു എന്ന് അമ്മ കളിയാക്കി പറയുന്നുണ്ട്. സുൻവോൻ്റെ അമ്മയോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെയും മര്യാദയ്ക്ക് കണ്ടു, അവർ കണ്ണടച്ച് കിടക്കുമ്പോൾ എന്ന് തിരിച്ചും കളിയാക്കി പറയുകയാണ്. അപ്പം തന്നെ അതൊരു കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ടേക്കും സുൻവോ ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വന്ന് ഇവിടെ തടി കുറഞ്ഞിട്ടുണ്ടല്ലേ, കവിളൊന്നും ഒട്ടിയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുന്നൊരു സീന്. ഞങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനെ ഫുൾ ടൈം ഉറങ്ങുന്ന ഒരാളെന്ന് ദക്സോനയുടെ അമ്മ അപ്പോൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദക്സോനെ ആയിരിക്കില്ലേ, ബോറാനെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സംഭവം ബോറാന
ഉറക്കം വലിച്ച് കിടന്നുറങ്ങുന്നതും നോളാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു പുതപ്പെടുത്ത് മേളിൽ കൂടെ ഇടുന്നുണ്ട്. പാവം പണ്ട് ഉറക്കൊഴിച്ചതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പൊ തീർക്കുന്നത്. ഇവരാണെങ്കിൽ ഡെക്സോനയുടെ അമ്മയോട് ബോറാന എന്താവാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. പ്രോസിക്യൂട്ടറാണോ, ജഡ്ജാണോ, ലോയറാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പ്രോസിക്യൂട്ടർ ആവാനാണ് താല്പര്യം, ഉടനെ തന്നെ ആവുമെന്ന് പറയുന്നത് കേട്ട് അങ്ങനെയാ കുട്ടികൾ, എൻ്റെ ജങ് എന്നാണാവോ ഒരു പ്രോസിക്യൂട്ടർ ആവുക എന്ന് കിമ്മിൻ്റെ അമ്മ പറയുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് ബോറാനയും അവളുടെ ഫ്രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഫ്രണ്ട് ആണെങ്കിൽ ബോറാനയ്ക്ക് വേണ്ടിയിട്ട് സൺഡേ ഒരു ഡേറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബോറാനയാണെങ്കിൽ എനിക്കിതിലൊന്നും തീരെ താല്പര്യമില്ല, അവസാനത്തെ ആയിരിക്കും ഇതെന്ന് പറയുമ്പോൾ ആൾക്ക് നിന്നേക്കാൾ 3 വയസ്സ് കുറവാ, എൻ്റെ ചേട്ടൻ്റെ സ്റ്റുഡൻറ്റാ, നീ ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടാവും എന്ന് ഫ്രണ്ട് പറയുന്നതും പിന്നീട് സുൻവു ഇരുന്ന് പഠിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിൽ മൈക്കിളിൻ്റെ ഒരു ഫ്രണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു അസൈൻമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ആ സമയത്ത് ഫ്രണ്ട് ഇവരോട് ചോദിക്കുന്നുണ്ട് നിന്റെ ബീപ്പറിന്റെ സൗണ്ട് എന്താന്ന്. അതായത് മൊബൈലൊന്നും അന്ന് കാലത്ത് ഇല്ലല്ലോ, സോ ഒരു ബീപ്പർ പോലെ ഒരു ചെറിയൊരു ഇലക്ട്രോണിക് ഉപകരണമായാലും ഒരു നമ്പറൊക്കെ ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് ബീപ്പ് ചെയ്യും, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അന്ന് നൈറ്റിലെ ഡെക്സോനോട് അച്ഛൻ ലേറ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് വരുന്നതും അതുപോലെ അങ്ങ് കിടന്നുറങ്ങുകയാണ്. നാളെ രാവിലെ നേരത്തെ പോകണമെന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ട്. കിമ്മിൻ്റെ അമ്മയാണെങ്കിൽ കിമ്മിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്തല്ലേ സ്പെക്സുകാരൻ്റെ കട, അവിടെ പോയി ഭക്ഷണം കഴിക്കും, നീ വന്ന് കിടക്കുമെന്ന് പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ പിന്നീട് ജങ്ങിനോടാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറയുന്നത്. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ അമ്മയെ ചെയ്യാനെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഒന്ന് പഠിക്കുക എന്ന് പറയുന്നത് കേട്ട് നാണാവുകയാണ്. കിമ്മിൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കും. കിമ്മ് സ്പെക്സുകാരനും അവൻ്റെ ബ്രദറും കൂടി നടത്തുന്ന ഹോട്ടലിലായിരിക്കും. സ്പെക്സുകാരൻ്റെ ബ്രദർ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിന് ഇന്ന് എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. സ്പെക്സുകാരനാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ പോയതിനു ശേഷം കിമ്മുമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവൻ കിമ്മിനോടപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ആരെയും ഡേറ്റ് ചെയ്യാത്ത, നീ സാച്ചിയോണിലാണ്, അവിടെ ആരും ഡേറ്റ് ചെയ്യാറില്ല എന്നൊന്നും പറയണ്ട, അവിടെയും ഡേറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, നിനക്കെന്താ ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിം ഒന്നും പറയുന്നില്ല. എന്നാൽ സ്പെക്സുകാരനാണെങ്കിൽ അല്ലടാ നിനക്ക് എയർഫോഴ്സ് അക്കാദമിയിൽ നിന്ന് കിട്ടിയ റിങ് അതിപ്പോഴും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് ഫൈനാൻസി റിങ്ങോ എന്ന് കിം ചോദിക്കുന്നത് കേട്ട് പേര് കൊള്ളാലോ, ആ റിങ് തന്നെ. എടാ അത് നിന്റെ കോളേജുകാർ തന്നിട്ടുള്ളത്, നീ എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇങ്ങനെ എടുത്തു വെക്കാനല്ല. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ, ഇപ്പോഴും അത് നിന്റെ കയ്യിലുണ്ട്, നീ ഒരു കാര്യം ചെയ്യും അത് എനിക്ക് തന്നേക്ക്, ഞാൻ അങ്ങനെയെങ്കിലും ഉപയോഗിച്ചോളാം എന്ന് സ്പെക്സുകാരൻ പറയുന്നത് കേട്ട് എടാ അതിന് റിങ് കൊടുക്കാൻ എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും വേണ്ടേ, ഇനിയിപ്പോൾ ഒരു ഡേറ്റിങ്ങിന് പോയാൽ തന്നെ അപ്പം തന്നെ ആരെങ്കിലും ആ റിംഗ് ഒക്കെ എടുത്തു കൊടുക്കൂ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ അത് ആർക്കെങ്കിലും എടുത്തു കൊടുക്കടാ, അന്ന് ഞാൻ നിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ, അത് നല്ല ഹോട്ട് ഗേൾ ആയിരുന്നു, അവൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ കിം ഒന്നും പറയുന്നില്ല. ഇവനാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം നിനക്കങ്ങ് തരാമെന്ന് പറയുമ്പോൾ അതാ നല്ലതെന്ന് സ്പെക്സുകാരൻ പറയുന്നതും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നീ എന്താ ഡേറ്റിങ്ങിന് പോവാത്തത് എന്ന് പറഞ്ഞ് കിമ്മിൻ്റെ പാൻറ് ഊരാൻ നോക്കുകയാണ്. അപ്പോൾ കിമ്മാണെങ്കിൽ നിനക്ക് എന്താടാ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ച് ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ അവിടേക്ക് സുൻവോ വരുന്നുണ്ട്. അതുപോലെ ടേക്ക് ക്ലബിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കോച്ചിൻ്റെ അസിസ്റ്റന്റ് വരുമ്പോൾ ഞാനൊരു റൈഡ് തരണോ എന്ന് ടേക്ക് ചോദിക്കുന്നുണ്ട്. ആളാണെങ്കിൽ പേടിച്ചുകൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ആളുടെ ഗേൾ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അത് ഡെക്സോനയുടെ ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ സമയം ബോയ്സ് എല്ലാവരും കൂടി ഡ്രിങ്ക്സ് അടിക്കുന്ന സമയത്ത് അല്ല വണ്ടി ആരാ ഓടിക്കുക, എല്ലാവരും ഡ്രിങ്ക്സ് അടിച്ച എന്ന് സ്പെക്സുകാരൻ ചോദിക്കുമ്പോൾ അതിന് ഡെക്സോന ഉണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ട് അതിന് ഡെക്സോന വെള്ളടി നിർത്തിയോ എന്ന് ഇവർ ചോദിക്കുകയാണ്. പണ്ട് ആരും വെള്ളമൊക്കെ അടിക്കാത്തവരായിരുന്നു, ഇപ്പം കണ്ടില്ലേ സിയോന വരെ വെള്ളം അടിക്കുമെന്ന് പറയുന്നത് കേട്ട് എടാ ഡെക്സോനയുടെ പണ്ടത്തെ സിയോന എന്നുള്ള പേര് നീ ഇതുവരെ മറന്നിട്ടില്ലേ എന്ന് സുൻവോ ചോദിക്കുകയാണ്. എങ്ങനെ മറക്കാനാ, അത്രയ്ക്കും കോലുകളൊക്കെ അല്ലേ ആ പേരൊന്ന് ഉണ്ടാക്കിയെന്ന് സ്പെക്സുകാരൻ പറയുമ്പോൾ ആ ഭാവി പറഞ്ഞ സ്ത്രീയെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ല അവർ പറഞ്ഞ പോലെ തന്നെ അവസാനം അവൾക്ക് എല്ലാം സംഭവിച്ചില്ലേ എന്ന് കിമ്മ് പറയുകയാണ്. ആ ടൈമിലാണ് അവിടേക്ക് ഹായ് ബോയ്സ് എന്ന് പറഞ്ഞ് ഡെക്സോന കടന്നു വരുന്നതും ഇവരെല്ലാവരും സിയോന സിയോന എന്ന് വിളിക്കുന്നത് കേട്ട് ഇവന്മാരെങ്ങ് കൊന്നാലോ എന്ന് അവൾ സ്വയം പറയുകയാണ്. അതിനുശേഷം അവൾ പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കാനേ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാലോ, ഞാൻ മിക്കവാറും വീട് മാറേണ്ടി വരും എന്ന് പറയുകയാണ്. ടേക്കാണെങ്കിൽ നീ ശരിക്കും കുടി നിർത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിർത്തി എന്ന് ഡെക്സോന പറയുന്നുണ്ട്. ഈ സൺഡേ എല്ലാവർക്കും കൂടി ഫിലിമിന് പോയാലോ എന്ന് സ്പെക്സുകാരൻ ചോദിക്കുമ്പോൾ ആ ഫിലിം കഴിഞ്ഞ ആഴ്ച ഞാൻ കൊളീഗ്സിന്റെ കൂടെ കണ്ടതാ, മാത്രമല്ല ഈ സൺഡേ എനിക്കൊരു കൺസേർട്ടിന് പോകാനുണ്ട്, എൻ്റെ ഫ്രണ്ട് സെറ്റാക്കി തന്ന ഡേറ്റിംഗ് ആണെന്ന് ഡെക്സോന പറയുന്നത് കേട്ട് ചുമ്മാ നോണ പറയല്ലേ എന്ന് ബോയ്സ് പറയുകയാണ്. അപ്പോൾ ടേക്ക് പറയുന്നുണ്ട് അവൾ പറഞ്ഞത് ശരിയാ, ഇന്ന് ഞാൻ എൻ്റെ കോച്ചിൻ്റെ അസിസ്റ്റന്റിന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിരുന്നു, ആളിതെന്നോട് സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്നും വിശ്വാസം ഇല്ല എന്ന് ഡെക്സോന പറയുകയാണ്. ടേക്കും ഇതുപോലെ ആ സിനിമ കണ്ടതാണെന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ 3 പേര് മാത്രമേ കാണാത്തതുള്ളൂ, എങ്ങനെ ഒരു പെൺകുട്ടി പോലും ഇല്ലാൻ്റെ പോവുക എന്ന് സ്പെക്സുകാരൻ പറയുന്നത് കേട്ട് അപ്പോൾ നിങ്ങൾ എന്നെ ഒരു പെൺകുട്ടിയായിട്ട് കാണുന്നുണ്ടല്ലേ എന്ന് ഡെക്സോന ചോദിക്കുകയാണ്. അവളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ കൺസേർട്ട് മാറ്റി വെച്ച് നിങ്ങളുടെ കൂടെ ഫിലിമിന് വരാം എന്ന് പറയുന്നത് കേട്ട് ഇവർക്കൊക്കെ ദേഷ്യം വരികയാണ്. എണീറ്റ് പോടി, നിന്നെ വിളിക്കുന്നതിനേക്കാൾ പകരം ആ നോളിനെ വിളിക്കുന്നതാണെന്ന് കിമ്മും. സ്പെക്സുകാരനാണെങ്കിൽ അയ്യോ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. ഡെക്സോനയാണെങ്കിൽ ആകെ ചമ്മി ദേഷ്യത്തിൽ എനിക്കൊരു ഡ്രിങ്ക്സ് ഒഴിച്ചെന്ന് ടേക്കിനോട് ചോദിക്കുമ്പോൾ
പറയുമ്പോൾ ഇല്ല ഡ്രൈവ് ചെയ്യാനുള്ളതാന്ന് പറയുകയാണവൻ. അങ്ങനെ ഒരു തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് സ്പെക്സുകാരനാണെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നൂലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ പോകുന്ന ടൈമിൽ ഗുഡ് ബൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് അല്ലടാ ഫ്രണ്ട്സ് എന്ന് പറ, അതാ പ്ലൂരൽ എന്ന് ഡെക്സോന പറഞ്ഞു കൊടുക്കുന്നതും ഇവനാണെങ്കിൽ ഉച്ചത്തിൽ ആ ശരി ഗുഡ് ബൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു പോവുകയാണ്. ഡെക്സോനയാണെങ്കിൽ നടക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുന്നതും ടേക്കും കിമ്മും കൂടി ഒരുമിച്ച് പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ 3 പേർക്ക് എന്തോ പോലെ ആകുന്നുണ്ട്. അങ്ങനെ 3 പേരും അവനവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഡെക്സോനയാണെങ്കിൽ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ട് അച്ഛൻ ഈ ജോലി വിട്ടുകൂടെ, അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നതും കിമ്മ് വീട്ടിലെത്തുന്നതും അതുപോലെ ടേക്ക് വീട്ടിലെത്തുന്ന സമയത്ത് അമ്മ വന്ന് പാലെടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവന് സന്തോഷം വരികയാണ്. കിമ്മാണെങ്കിലോ പിന്നീട് ഒരു റൊമാൻറ്റിക് വീഡിയോ പ്ലേ ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത റൂമിലുള്ള ജങ് ആണെങ്കിലോ താൻ ഉദ്ദേശിച്ച മാഗി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ക്വിസ് കളിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റിന്റെ ഹിന്ദി എന്നുള്ള രൂപത്തിൽ ഇവരന്ന് പോയ ആ ഹോട്ടലിലെ ബഞ്ചൂൾ അതിന്റെ പേര് അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇവരന്ന് മീറ്റ് ചെയ്ത സമയവും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മറ്റു മെമ്പേഴ്സ് എന്താ ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജങ് ഉദ്ദേശിച്ച മാഗി എന്ന ആ ലേഡിയുടെ റിപ്ലൈ കണ്ട് ജങ് ആകെ ഞെട്ടുകയാണ്. അതായത് ആ റിപ്ലൈ 2nd ഫ്ലോറിലാണ്, 1st ഫ്ലോർ അല്ല എന്നായിരിക്കും. അന്ന് അവർക്ക് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായല്ലോ. ജങ്ങിന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ ടൈമിലൊക്കെ തന്നെ മറ്റു മെമ്പേഴ്സ് എന്താ ഇവിടെ നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്.